കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സഭ ഇന്ന് കൊടുങ്ങല്ലൂരിൽ. നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നതിനാണ് സൗഹൃദ സഭ. വിവരങ്ങളുമായി ഇപ്പോൾ റാഫി കരീം കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, ഇതിന് തുടക്കമായി കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി? കലുങ്ക് സൗഹൃദ സഭയ്ക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ എലന്തുരുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഒരു കലുങ്ക് സൗഹൃദ സഭ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. 4 ഇടങ്ങളിലാണ്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ 4 ഇടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും ഈ കലുങ്ക് സൗഹൃദ സഭ നടക്കുക. അതിൽ ആദ്യത്തേതിനാണ് തുടക്കമായിരിക്കുന്നത്. ഇനി 8 മണിയോടുകൂടി ഇരിങ്ങാലക്കുടയിൽ ഈ കലുങ്ക് സൗഹൃദ സഭ നടക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2 ഇടങ്ങളിൽ കലുങ്ക് സൗഹൃദ സഭകളുണ്ട്. പുത്തൂരും ഒപ്പം തന്നെ പുതുക്കാടുമാണ് ഇനിയുള്ള 2 കലുങ്ക് സൗഹൃദ സഭകളുള്ളത്. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന്, അവരുടെ അഭിപ്രായങ്ങൾ ഏറ്റവും അടുത്തു നിന്ന് കേൾക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഈ കലുങ്ക് സൗഹൃദ സഭയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ ഒരു കലുങ്ക് സൗഹൃദ സഭ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. പരാതി നൽകാനെത്തിയ വയോധികനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതാണ് വലിയ വിവാദമായത്. പിന്നീട് അത് CPM ഏറ്റെടുക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭവനം നിർമ്മിച്ചു നൽകാൻ CPM തന്നെ രംഗത്ത് വരികയും സുരേഷ് ഗോപി MP അതിൽ വിശദീകരണമായി പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ വിവാദമായ ഒരു സംവാദ പരിപാടിയാണ് അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തവണ അത് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എന്തായാലും ഈ പരിപാടി കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റു 3 ഇടങ്ങളിൽ കൂടി കലുങ്ക് സൗഹൃദ സഭകൾ നടക്കാനുണ്ട്. ഇനി റാഫി കരീമാണ് വിവരങ്ങളുമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരുന്നത്. ഈ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം അവിടെ ആ ഒരു പരിപാടിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾ അത് അവരോട് നേരിട്ട് ചോദിച്ചറിയുക, അതുതന്നെയല്ലേ ലക്ഷ്യം? അവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമാണ്. കാരണം ആ ഗുണകരമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഭവമുണ്ട്. സുരേഷിനെ കാലങ്ങളായിട്ട് അറിയാം. ഒരുപാട് സേവനങ്ങൾ സുരേഷൻ ചെയ്യുന്നുണ്ട്. ഈ MP ആവുന്ന മുമ്പും റാഫി കരീമാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. റാഫി, കേൾക്കാമോ? യെസ്, കൊടുങ്ങല്ലൂരിലാണ് കലുങ്ക് സൗഹൃദ സഭ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആ പ്രദേശത്തിന്റെ വികസനം അത് ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയാണിത്. പ്രാദേശിക അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. റാഫി കരീം തുടരുന്നുണ്ട്. റാഫി, കേൾക്കാമെങ്കിൽ വലിയ ജനപങ്കാളിത്തം ദൃശ്യമാണ് പരിപാടിയിൽ. പ്രാദേശികമായി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ റാഫി? തീർച്ചയായും വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ പരിപാടിയിൽ. ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത് തന്നെ ഇവിടുത്തെ BJP പ്രവർത്തകരാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ആളുകൾ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും ആളുകൾ റാഫിയ, ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് റാഫി. കൊടുങ്ങല്ലൂരിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലുങ്ക് സൗഹൃദ സഭ നടക്കുന്ന. റാഫി കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.